ബംഗളൂരുവിൽ RCBയുടെ വിജയാഘോഷത്തിനിടയിൽ 11 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ രാജ്യം. പരിക്കേറ്റ 50 പേർ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ കർണാടക സർക്കാർ മജിസ്ട്രേറിയൽ തല അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കർണാടക സർക്കാരും 5 ലക്ഷം രൂപ ക്രിക്കറ്റ് അസോസിയേഷനും നൽകും. ദുരന്തം ഹൃദയഭേദകമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വിഷയത്തിൽ മാപ്പ് പറഞ്ഞു. പരിപാടി IPLന്റെ ഭാഗം അല്ല എന്നായിരുന്നു IPL ചെയർമാൻ പ്രതികരണം. നമുക്ക് നോക്കാം ഇന്നിപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളെന്ന്. മരിച്ചവരെയൊക്കെ എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം സർക്കാർ മജിസ്ട്രേറിയൽ തല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റുകൾ എങ്ങനെയാണെന്നുള്ള കാര്യം വളരെ വിശദമായി പറയാൻ മർവ K ഷഹീർ ഉണ്ട്. നമുക്കിപ്പം മർവ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയൊരു ആഘോഷമാകേണ്ട ഒരു പരിപാടിയായിരുന്നു. അതാണ് ഒരു ദുരന്തത്തിൽ കലാശിച്ചത്. ഈ മരിച്ച 11 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, പരിക്കേറ്റ ചികിത്സയിലുള്ളവർ എല്ലാം അപകടനില തരണം ചെയ്തോ? അതിൽ നിന്നും തുടങ്ങാം മർവ. ഗുഡ് മോർണിംഗ് സേതു. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് RCB ഒരു കിരീടം നേടുന്നത്. അത്രയും വലിയൊരു സന്തോഷത്തിനിടയിലാണ് ഇത്രയും ഹൃദയഭേദകമായൊരു ദുരന്തം ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വേദന ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. 11 പേർ, അതായത് ഒരു കുട്ടിയടക്കം 11 പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ ഈ അപകടത്തിൽ മജിസ്ട്രേറിയൽ തല അന്വേഷണം സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 15 ദിവസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി. ദുരന്തം നടന്നിട്ടും ആഘോഷം തുടർന്നു എന്നുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സിദ്ധരാമയ്യ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏകദേശം 35,000 ആളുകൾക്ക് മാത്രം കയറാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. അവിടെയാണ് 3 ലക്ഷത്തോളം ആളുകൾ എത്തി എന്നുള്ളത് പറയുന്നത്. ഇതോടെ ഗേറ്റുകളിൽ മറ്റും തിക്കും തിരക്കും അനുഭവപ്പെട്ടു. ഗേറ്റുകൾ തകർത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിദ്ധരാമയ്യ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. പൂർണ്ണമായും ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു വേദിയല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കർശനമായ നടപടി സ്വീകരിക്കുമെന്നും പറയുന്നു. പക്ഷേ എന്നാൽ ഇത് ഒരു ഭാഗത്ത് BJP ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് അപകടം നടന്ന ഉടൻ തന്നെ ഇത് കോൺഗ്രസ് സർക്കാരിന്റെ കഴിവുകേടാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് BJP ഇന്നലെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇത് 15 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് കർണാടക സർക്കാർ അറിയിക്കുന്നത്. മാത്രമല്ല കർണാടക സർക്കാർ 10 ലക്ഷം രൂപയാണ് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ 5 ലക്ഷം രൂപ വീതവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള താരങ്ങളും ഈ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സേതു, ഈ മറ്റൊന്ന് മർവ, മജിസ്ട്രേറിയൽ തല അന്വേഷണമാണ്. ഇപ്പോൾ നിലവിൽ അറിയുന്നത് 35,000 പേർ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലത്ത് 3 ലക്ഷത്തിലധികം പേർ വന്നു എന്നുള്ളതാണ്. മജിസ്ട്രേറിയൽ തല അന്വേഷണം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് പരിഗണനയിൽ വരിക? പ്രധാനമായും ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം. അപ്പോൾ ഈ അനുമതി നൽകിയത് ആര് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. എങ്ങനെയാണ് ഇത്രയും ആളുകൾ ഇവിടേക്ക് എത്തിയത്? ഫ്രീ ടിക്കറ്റ് നൽകിയതാണ് ഇത്തരത്തിൽ ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്താൻ കാരണം എന്നുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല തുറന്ന ബസ്സിൽ താരങ്ങൾ പരേഡ് നടത്തുമെന്നുള്ള കാര്യങ്ങളും നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണോ ഇത്തരത്തിൽ ആളുകൾ ഒഴുകിയെത്തുന്നതിന് കാരണമായത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലെത്തും. 15 ദിവസത്തിനുള്ളിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം നൽകിയിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ മജിസ്ട്രേറിയൽ അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. എന്തായാലും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കർണാടക സർക്കാർ പറയുന്നത്. വിഷയം രാഷ്ട്രീയമായും വലിയ ചർച്ചയാവുകയാണ് മർവ. കാരണം ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെയൊക്കെ പ്രതികരണം വന്നതാണ്. മാത്രമല്ല BJP വിഷയത്തെ വളരെ രാഷ്ട്രീയമായി എടുത്തിട്ടുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയേ മതിയാവുകയുള്ളൂ. ഒരു പടി കൂടി കടന്ന് ചില നേതാക്കളൊക്കെ സർക്കാരിൻ്റെ രാജി പോലും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണമൊക്കെ പ്രതീക്ഷിക്കാമോ?
തീർച്ചയായും അതായത് ഈ പരിപാടി അപകടം നടക്കുമ്പോഴും ആഘോഷം തുടർന്നു എന്നുള്ളൊരു വലിയ രീതിയിലുള്ള ആക്ഷേപം ഈ ദുരന്തത്തിന്റെ ഇടയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു, വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. ഈ അപകടം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ BJPയും ഇതിനെ വളരെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കടന്നാക്രമിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ കടന്നാക്രമിക്കുന്നു, കോൺഗ്രസ് സർക്കാരിന്റെ കഴിവുകേടാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് BJP ആ സമയം തന്നെ രംഗത്തെത്തിയത്. വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് BJP ഇതിനെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആ സമയം തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. എന്തായാലും ഈ ദുരന്തം ഉണ്ടായിട്ടും ആഘോഷം തുടർന്നു എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം ആ സമയത്ത് നിലനിന്നിരുന്നു. അതിനെ തുടർന്ന് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉടൻ തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തിയത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഗേറ്റുകൾ വളരെ ചെറുതാണ്, ഇവിടെ ആളുകൾ ഇടിച്ചു കയറുകയും ചില ഗേറ്റുകൾ തകർക്കുന്ന അവസ്ഥയും ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ തങ്ങളില്ല എന്നുള്ളതാണ്. കാരണം കുംഭമേളയിൽ അടക്കം ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടന്ന ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തങ്ങൾ ഇവിടെ പറയുന്നില്ല. ഇതൊരു രാഷ്ട്രീയമാക്കുക എന്നതല്ല തങ്ങളുടെ ഉദ്ദേശം എന്നുള്ള കാര്യം കൂടി സിദ്ധരാമയ്യ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്നലെ നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. മജിസ്ട്രേറ്റിയൽ അന്വേഷണം നടത്തി 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ കാരണമായിട്ടുള്ള ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. വളരെ ദാരുണമായൊരു സംഭവമായി പോയി. കാരണം 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബംഗളൂരുവിന് ഒരു കപ്പ് ലഭിക്കുന്നു. അതിൻ്റെ ആഘോഷമാണ് ഇന്നലെ നടന്നത്. ആദ്യം ഈ പരേഡിന് അനുമതി നിശ്ചയിച്ചു. കാരണം പോലീസ് തന്നെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ആളുകളെ അവിടെ ക്രമീകരിക്കാൻ കഴിയില്ല, തിരക്ക് നിയന്ത്രണാതീതമാകുമെന്നൊരു മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ആരാധകരുടെയൊക്കെ ആവശ്യം പരിഗണിച്ച് അനുമതി നൽകി. ആ അനുമതിയാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേർന്നത്. 11 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്, നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലുമാണ്. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു മർവ കെ ഷഹീർ.